പകർച്ചവ്യാധികൾ കാലങ്ങളായി നമുക്കിടയിലുണ്ട്. മുമ്പൊക്കെ അവയെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് നിങ്ങളുടെ വീടിനടുത്തെത്തിയെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് പേടി തോന്നിയേക്കാം. എന്നാൽ ആരോഗ്യത്തോടിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാനാകുന്ന പലതുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പലതും ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. അതിലൊന്നാണ് ഇടയ്ക്കിടെ കൈ കഴുകുന്നത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും കൈ കഴുകണം. അത് ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ തകർത്ത് കളയും. ആൽക്കഹോൾ കൂടുതലടങ്ങിയ ഹാൻഡ് സാനിറ്റൈസർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരു ടിഷ്യൂവോ കൈമുട്ടോ ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കുക. നിങ്ങളുടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക, പ്രത്യേകിച്ചും വേറെ എവിടെയെങ്കിലുമൊക്കെ തൊട്ടുകഴിഞ്ഞ്. അധികാരികൾ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ഉദാഹരണത്തിന്, കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ ഇരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ മാസ്ക് ധരിക്കുക, മറ്റുള്ളവരുമായി വേണ്ടത്ര അകലം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് വയ്യാതായാൽ ഉടനെ ഡോക്ടറെ വിളിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യവും പ്രധാനമാണ്. വിഷമിപ്പിക്കുന്ന വാർത്തകൾ ഒരുപാട് കേൾക്കുന്നതും ഊതിപ്പെരിപ്പിച്ച വിവരങ്ങൾക്കും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾക്കും പിന്നാലെ പോകുന്നതും നിങ്ങളുടെ ടെൻഷൻ കൂട്ടും. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം, പക്ഷെ ഒരുപാടായി പോകരുത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടുകാരോടും കൂട്ടുകാരോടും സംസാരിക്കുക. അപ്പോൾ അവരും സന്തോഷിക്കും, നിങ്ങൾക്കും സന്തോഷമാകും. വളരെ ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ആത്മീയ ആരോഗ്യം. യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതായി ബൈബിൾ പറയുന്നു. ആത്മീയ ആരോഗ്യം ശക്തമാക്കാൻ നിങ്ങളും സമയം കണ്ടെത്തണം. വരാനിരിക്കുന്ന നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നേരിടാൻ കൂടുതൽ എളുപ്പമായിരിക്കും. യഹോവയുടെ സാക്ഷികൾ ആ പ്രത്യാശ മനസ്സിൽ അടുപ്പിച്ച് നിർത്തുന്നത് അതേക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടാണ്. സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ അവർ അങ്ങനെ ബൈബിൾ പഠിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു. അവരുടെ മീറ്റിങ്ങുകൾക്കും ആളുകളെ ക്ഷണിക്കുന്നു. സാധിക്കുമെങ്കിൽ അവർ ഒരുമിച്ച് കൂടും. അതിന് കഴിയാത്തപ്പോൾ വീഡിയോയിലൂടെ മീറ്റിംഗ് നടത്തും. എനിക്ക് രോഗമാണ് എന്ന് ആരും പറയില്ലാത്തൊരു കാലം വരുമെന്ന് ബൈബിളിൽ യെശയ്യാ 33:24 പറയുന്നു. അതുവരെ എന്ത് ചെയ്യണമെന്ന് യെശയ്യാ 30:15 കാണാം. ശാന്തരായിരുന്ന് ദൈവത്തിൽ ആശ്രയിക്കുക, അതാണ് നിങ്ങളുടെ ബലം. അതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തരായിരിക്കാനും വേണ്ടത്ര വിവരങ്ങൾ അറിയാനും ആരോഗ്യത്തോടിരിക്കാനും കഴിയുന്നതെല്ലാം ചെയ്യുക.